അമിത്ഷാ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിവാദ പ്രസ്താവന അതിരൂക്ഷമായി നടത്തി അതിനെ ന്യായീകരിക്കാൻ അമിത്ഷാ കണ്ടെത്തുന്ന മാർഗങ്ങളാണ് ഏറ്റവും ആശ്ചര്യം എന്ന് തന്നെ പറയേണ്ടി വരും. ബാബാ സാഹിബ് അംബേദ്കറെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ മോശവൽക്കരിക്കാൻ ശ്രമിക്കുന്ന എല്ലാം തന്നെ ഭരണഘടനയോടുള്ള വെല്ലുവിളി തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. നാളിത്രയുമായിട്ടും BJPക്ക് ഭരണഘടനയോടുള്ള എതിർപ്പ് ഒരു ഇഞ്ച് പോലും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ലോക്സഭയിൽ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയാൽ, അതായത് 4-3 ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കും എന്നതായിരുന്നു BJPയുടെ അജണ്ട. രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ കൃത്യമായി പറഞ്ഞത്, BJPയുടെ അജണ്ട എന്നത് ഇന്ത്യൻ ഭരണഘടനയെ നശിപ്പിച്ച് പകരം മനുസ്മൃതി നടപ്പിലാക്കുക, അതിനുവേണ്ടിയുള്ള വ്യവസ്ഥാപിതമായ താല്പര്യങ്ങളാണ് ഇപ്പോൾ വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന രീതിയിൽ ഉൾപ്പെടെ, അതായത് ഏകാധിപത്യം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ത്വരിതപ്പെടുത്താൻ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമിത്ഷാ അംബേദ്കറെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഇടയിൽ പ്രതിപക്ഷ നേതാവിനെ എടുത്തു പറഞ്ഞിരിക്കുന്ന 54 വയസ്സുള്ള രാഹുൽ ഗാന്ധി യുവ നേതാവാണോ എന്ന് ചോദിച്ച് കളിയാക്കുന്നു. ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ജോഡോ യാത്ര നടത്തി ജനങ്ങളുടെ ഇടയിൽ സ്റ്റാറായ വ്യക്തിയാണ്. അദ്ദേഹം ഓരോ വ്യക്തികളോടും സംസാരിക്കുന്ന രീതി കണ്ടുപഠിക്കേണ്ടതാണ്. അധികാരത്തിന്റെ ഗർവോ അല്ലെങ്കിൽ തലക്കനമോ ഒന്നും അമിത്ഷായെ പോലെ കാണിക്കാറില്ല. അമിത്ഷായുടെ ബോഡി ലാംഗ്വേജും രീതിയും എല്ലാവരെയും ഭയം ഉളവാക്കുന്ന രീതി, വിദ്വേഷവും വെറുപ്പും ജനിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, ഇതൊക്കെയാണ് അദ്ദേഹം കാലാകാലങ്ങളിലായി നടത്തിക്കൊണ്ടു പോകുന്നത് എന്നത് രാഹുൽ ഗാന്ധി മാത്രം പറയുന്നതല്ല. ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് ശിരസിൽ വെക്കേണ്ട അവസ്ഥ നരേന്ദ്രമോദിക്ക് വരുത്തിയത് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. കേവല ഭൂരിപക്ഷം BJPക്ക് നൽകിയില്ല. ഇതേ രാഹുൽ ഗാന്ധി പറഞ്ഞോളൂ. എപ്പോഴും നിങ്ങൾ അംബേദ്കറെ കുറിച്ച് പറയുന്നത് എന്തിനാണ്? അമിത്ഷായുടെ ചോദ്യമാണ്. പകരം കൃത്യമായും ദൈവത്തിനെ വിളിച്ചോളൂ, അതാകുമ്പോൾ നിങ്ങൾക്ക് സ്വർഗമെങ്കിലും കിട്ടും എന്ന് ഒരു വ്യക്തി പറയാണ്. ഒന്ന് നോക്കണം, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം, ലോക്സഭയിലെ ഒരു അംഗമാണ്. എന്നിട്ടാണ് നിരുത്തരവാദപരമായി ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത്. ഈ രാജ്യത്ത് ദൈവവിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കാണും. പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് തൊട്ട് തീണ്ടാത്ത പല ആളുകളുമുണ്ട്. മതത്തിന്റെ പേരിൽ തമ്മിലടിച്ച് കലുഷിതമാകുന്ന ആ മൂല്യച്യുതി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ മനുഷ്യത്വത്തിന്റെ വില എന്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് പ്രസക്തിയേറെയാണ്. അതിൽ കലിമുണ്ട്, അതിൽ വെപ്രാളം പിടിച്ച് അമിത്ഷാ നടത്തുന്ന കോലാഹലങ്ങൾ പാർലമെന്റിൽ സ്പീക്കർ ഓം ബിർളയ്ക്കും രാജ്യസഭയിൽ ചെയർമാൻ ജഗദീപ് ധൻഖറിനും തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുമ്പോഴും വലിയ തോതിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും വാസ്തവത്തിൽ സ്പീക്കറും ചെയർമാനും കഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.